السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, യഖൂലുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ ലിഅബ്ദി അൽ മുഅ്മിനി ഇൻദി ജസാഉൻ ഇദാ ഖബൽതു സഫിയ്യഹു മിൻ അഹ്ലി ദുനിയ സുമ്മ ഇഹ്തസബഹു ഇല്ലൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മാ ലിഅബ്ദി അൽ മുഅ്മിനി ഇൻദി ജസാഉൻ, എൻ്റെ മുഅ്മിനായ ഒരു അടിമക്ക് പ്രതിഫലമില്ല, ഇദാ ഖബൽതു സഫിയ്യഹു മിൻ അഹ്ലി ദുനിയ, ദുനിയാവിൽ വെച്ചുകൊണ്ട് അവൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ മരിപ്പിച്ചു. സുമ്മ ഇഹ്തസബഹു, പക്ഷേ ആ മരിപ്പിച്ചതിൻ്റെ പേരിൽ ആ വ്യക്തി യാതൊരു അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന വർത്തമാനങ്ങളൊന്നും പറഞ്ഞില്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രതിഫലം അയാൾ കാംക്ഷിച്ചു. അങ്ങനെയാണ് എങ്കിൽ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ ആ മനുഷ്യന് പ്രതിഫലമില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിലൂടെ, ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഹദീസുകൾക്കാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയാം. ഈ ഖുദ്സിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്, നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല ആളുകളും മരണപ്പെട്ടു പോകും. സഹോദരങ്ങളാകാം, അതല്ലെങ്കിൽ കൂട്ടുകാരാകാം, അല്ലെങ്കിൽ മക്കളാകാം. ഇങ്ങനെ തുടങ്ങിയിട്ട് പല ആളുകളും നമ്മിൽ നിന്ന് വേർപെട്ടു പോകും. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കോപമുണ്ടാക്കുന്ന, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താത്ത വാചകങ്ങൾ നമ്മൾ പറയുന്നത് കൊണ്ട് അവരെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ച് നമ്മളവിടെ ക്ഷമിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള വാചകങ്ങൾ മാത്രം നമ്മൾ പറയുകയും ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് സ്വർഗമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് അറിയിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ആരെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവരായ ആളുകൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മളും അവിടെ എന്താണ് ചെയ്യേണ്ടത്, പിന്നെ ഇത് അള്ളാഹു എനിക്ക് കണക്കാക്കിയതാണ്, അവൻ്റെ വിയോഗം അല്ലെങ്കിൽ അവളുടെ വിയോഗം എനിക്ക് കണക്കാക്കിയതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നമ്മൾ കാംക്ഷിക്കുകയാണ് എങ്കിൽ സ്വർഗം നമുക്ക് ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളിൽ പരിപൂർണമായി ക്ഷമിക്കാനും അവന് തൃപ്തിയുള്ള വാചകങ്ങൾ പറയാനും അത് വഴി സ്വർഗം കരസ്ഥമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.